എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതും പൊതുവെ വീക്ഷിച്ചിട്ടുള്ളതും വളരെ ശക്തമായ സുഹൃത്ത് ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും ബന്ധുബലങ്ങളും ഇവയെല്ലാം അവിടെ കൊണ്ട് മാത്രം അവസാനിച്ചിരുന്നില്ല. അവയിലൂടെ ഒരുപാട് പാർട്ട്ണർഷിപ്പുകൾ അല്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കാലഘട്ടങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു, പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തലമുറയുടെ വ്യത്യാസത്തിൽ അവയെല്ലാം പിന്നീട് ശിഥിലമാവുകയായിരുന്നു. കോടതിയിലെ അനുഭവങ്ങളും അത് കഴിഞ്ഞ് ന്യായാധിപനായിരുന്ന സമയത്തെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുടുംബ ബന്ധങ്ങളിലൂടെ ഉടലെടുത്ത വലിയ പ്രസ്ഥാനങ്ങൾ ഈ കുടുംബ ബന്ധങ്ങളിലെ അകൽച്ച കാരണം തകർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു കൂട്ടരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങൾ റോഡിലാവും, നിങ്ങളുടെ പ്രസ്ഥാനം ഷോറൂമിലുമാവും. അത് ആ കാര്യം അല്ലെങ്കിൽ ഒരു സംഭവം പൂർണ്ണമാവാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫാക്ട്സ് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണെങ്കിലും ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു പുതിയ ഒരുപാട് സംരംഭങ്ങൾ ഈ നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉടലെടുത്തിരുന്നത്. അത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ശിഥിലമായിപ്പോയി. കാരണം ആ ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് ഒന്നുകിൽ സമ്പത്ത് വന്നു ചേർന്നപ്പോഴോ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴോ ഒക്കെ കഴിയാതെ പോയി. ഈ രണ്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. സമ്പത്തുണ്ടാകുമ്പോൾ ഗർവ് വരും, ഈഗോ വരും. ഈഗോ വരുമ്പോൾ പിന്നെ സമ്പത്തല്ല പ്രശ്നം, അധികാരമാണ് പ്രശ്നം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സമ്പത്തിൻ്റെ കാര്യം മറന്നിട്ട് സമ്പത്ത് ക്ഷയിച്ചാലും വേണ്ടില്ല, ഈഗോ വിജയിക്കണം എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ പിന്നെ അവിടെ വിശ്വാസമോ ആത്മീയതയോ ഒന്നും അവരെ ഭരിക്കില്ല. കാരണം അവരെ ഭരിക്കാനായിട്ടല്ല, അവർക്ക് ആശ്രയിക്കാനായിട്ട് അവരുടെ സമ്പത്തുണ്ടെന്നുള്ള തോന്നൽ വന്നു കഴിയുമ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ഒരു ഭാഗമായിട്ട് അങ്ങ് മാറും. അവർ ഒന്നാം ഭാഗം കൊടുത്തിരുന്നവർ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നവർ ദൈവത്തിന് ഒരു സ്ഥാനം കൊടുത്തിട്ട് ബാക്കി സ്ഥാനങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് കൊടുത്ത് അങ്ങ് മാറും. ഈ ഒരു ദയനീയവും വിലപനീയവുമായ കാഴ്ചയാണ് പല സംരംഭങ്ങളും തളരാനോ തകരാനോ കാരണമായിട്ടുള്ളത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ ബന്ധങ്ങളിലെ സുതാര്യതയും ആ ബന്ധങ്ങളിലെ ഊഷ്മളതയുമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലോ നമ്മുടെ സമൂഹ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ സംരംഭങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പൊതു സംരംഭങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് മറക്കരുത്. ആ ബന്ധങ്ങൾ തളർന്നാലോ തകർന്നാലോ ആ നമ്മുടെ സംരംഭങ്ങളുടെ ഐശ്വര്യവും നശിക്കും. അങ്ങനെയാണ് അവിടെ നിന്നും ഈശ്വരൻ ഇറങ്ങിപ്പോകുന്നത്. ഐശ്വര്യം കെട്ടുപോയ സംരംഭങ്ങൾ എന്ന് നാം കാണുന്ന പലതിൻ്റെയും പുറകിലുള്ള പശ്ചാത്തലം അതുതന്നെയാണ്. അതുകൊണ്ട് നല്ല ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അത് ഊട്ടിയാലേ ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഊട്ടി ഉറപ്പിച്ച ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയും പുരോഗതിയും ബന്ധങ്ങളുടെ ആഴവും കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.